പൊന്നാര ചെങ്ങായിമാരെ, രണ്ട് വചനങ്ങള് ഈ ലോകത്തുണ്ടാക്കിയ ഓളെന്ന് പറഞ്ഞ ചെറുതൊന്നല്ല കേട്ടോ. ഒന്നാമത്തത്, ഹീസ് നോട്ട് എ ട്രൂ ബിലീവർ ഹു ate his skills while his neighbor is hungry. സംഗതി മനസ്സിലായില്ലേ? അയൽവാസി പട്ടിണി നടക്കുമ്പോ പള്ളർച്ച് തിന്നുന്നവന് സത്യവിശ്വാസി അല്ലാന്ന്. ആ ഒരു ഒറ്റ വചനം കൊണ്ട് ഇന്നും ലോകത്തിൽ എത്ര ആൾക്കാർ പട്ടിണി ഇല്ലാതെ ജീവിക്കേണ്ട നിങ്ങള്? ആ ഒരു ഒറ്റ വചനം മാത്രം. അതുപോലെ തന്നെ രണ്ടാമത്തത് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എപ്പോഴും പറയുന്നതാ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുന്നത്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് എത്ര ആൾക്കാർ മരുന്നും മുക്കടിയും ഒക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടാതെ ജീവിക്കേണ്ട അറിയോ? നമ്മളറിവിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ യൂസഫ് അലിയാക്ക ഇപ്പൊ കഴിഞ്ഞ മാസത്താ തോന്നുന്നത് നമ്മളെ മുതുകാടിന്റെ ഡിഫറെന്റ് ആർട്സ് സെന്ററിലേക്ക് 1 കോടി വെച്ച് ഓരോ കൊല്ലം മൂപ്പര് മരിച്ചാലും കൊടുക്കുന്ന പറഞ്ഞേ. അത് വലുത്. നിങ്ങളുടെ കീപ്പിട്ട് പോന്നു കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട് നിങ്ങള്? കരുവള്ളിപ്പാത്തിക്കൽ വാപ്പാക്ക, മച്ചിങ്ങല് മുത്തുവാക്ക, മുഹാജിർക്ക, നജീബാക്ക, ഇങ്ങനെ എത്ര ആൾക്കാരുണ്ട് നിങ്ങള്? ഈ ചെങ്ങായിമാരൊക്കെ പിന്നിൽ നമ്മൾ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോയി നോക്കി അന്വേഷിച്ച് നോക്കുമ്പോ ചെന്നെത്തുന്ന ഒരു ഒറ്റ പോയിന്റിലാ. ഏതാണ് ആ പോയിന്റ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വചനങ്ങളിലാണ് നമ്മൾ എത്തിച്ചത്. ആ വചനങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ലോകത്തിൽ ഒരേ സമയം എത്ര നാടുകളിൽ ഈ ദുനിയാവ് മുഴുവൻ എത്ര ആൾക്കാർ പട്ടിണി കിടക്കാതെ ജീവിക്കേണ്ട നിങ്ങള്? എത്ര ആൾക്കാർക്ക് മരുന്നും മുക്കടിയും അസുഖങ്ങളില്ലാതെ? ഇതിന്റെയൊക്കെ പിന്നില് ഒരൊറ്റൊന്നും മാത്രം. അത് മാത്രമാണ് മുഹമ്മദ് നബിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വചനങ്ങൾ, മൂപ്പര വചനങ്ങൾ ഉണ്ടായാലും ഒരുപാട് വചനങ്ങൾ, അത് ലോകം മുഴുവൻ വ്യാപിക്കട്ടെ. ആ സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ ആ വചനങ്ങളിലൂടെ നാടിന് മുഴുവൻ നന്മ വരത്തട്ടെ.